നമസ്കാരം. റിപ്പോർട്ടർ മലയാളിയിലേക്ക് സ്വാഗതം. ലോക്സഭ ഇന്നും പ്രതിപക്ഷ ബഹളത്തിൽ ആടി ഉലയുകയാണ്. പ്രതിപക്ഷത്തിന്റെ ശബ്ദം ജനാധിപത്യത്തിന്റെ ശബ്ദമാണ്. രാഹുലും മഹുവയുമെല്ലാം രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ BJP രാഷ്ട്രീയത്തിലെ വർഗീയത മാത്രം ഉന്നമിട്ട് അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുവാനാണ് ശ്രമിക്കുന്നത്. തന്റെ പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു പരാമർശത്തിന്റെ പേരിൽ സഭയിൽ വലിയ ബഹളമായിരുന്നു ഉണ്ടായിരുന്നത്. നീറ്റും നെറ്റും മണിപ്പൂരും അങ്ങനെ കാലിക പ്രസക്തിയുള്ള രാഹുൽ പറഞ്ഞ 1000 വിഷയങ്ങൾക്കിടയിൽ ഈ ഒരൊറ്റ വിഷയം മാത്രമാണ് BJP സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ചെവിക്കൊണ്ടത്. ഇതിനു മാത്രമേ നിവർന്നു നിന്ന് ഉത്തരം കൊടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ. ഹിന്ദു എന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടത്തുകയും വെറുപ്പ് പ്രചരിപ്പിക്കുകയും ആണെന്നാണ് രാഹുലിന്റെ പരാമർശം. ഇതാണ് ഭരണപക്ഷ പ്രതിഷേധത്തിന് കാരണമായത്. രാഹുലിന്റെ പ്രസംഗത്തിനിടയിൽ നരേന്ദ്രമോദി ഇടപെടുകയും ഹിന്ദുക്കളെ മുഴുവൻ രാഹുൽ ഗാന്ധി അക്രമികൾ എന്ന് വിളിച്ചു എന്നും പറഞ്ഞു. BJP ഗവൺമെന്റിന്റെ ഒരു ധാരണയിൽ മോദിയും BJPയും RSSും മാത്രമാണ് ഹിന്ദു സമൂഹം. എന്നാൽ അത് അങ്ങനെയല്ല എന്നാണ് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല, ഇത്തവണ പ്രസംഗത്തിൽ ഉടനീളം നരേന്ദ്രമോദിക്ക് കണക്കിന് രാഹുൽ ഗാന്ധി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരെയും പോലെ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ജൈവികപരമായ ജീവൽഘടനയുള്ള ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്രത്തോളം വളർന്നിട്ടുള്ള ഒരു രാജ്യത്ത് താമസിക്കുന്ന സാധാരണ ഒരു പൗരൻ. എന്നാൽ മോദിയോ, പരമാത്മാവ് മോദിജിയുമായി ആത്മീയമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നു. ബാക്കിയുള്ളവരെല്ലാം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ജീവശാസ്ത്രപരമായ ജീവികളാണ്. എന്നാൽ മോദിജി ത്രികാലജ്ഞാനിയാണെന്നും അദ്ദേഹത്തിന്റെ ഇത്തരം സിദ്ധികൾ എന്നും ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂവെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. അതിനോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ഒരു സിനിമയിലൂടെയാണ് ലോകം കണ്ടത് എന്ന് പറഞ്ഞ മഹാനാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇത്രയും അജ്ഞതയുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ബാക്കി വെച്ചാണ് രാഹുൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്.